ദീപക് ഗോപി പ്രസൻസിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടായിരത്തി 24-25 അധ്യയന വർഷ കാലഘട്ടത്തേക്ക് കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്ന PG പ്രോഗ്രാമുകളിലേക്കുള്ള എൻട്രൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ അടുത്തിടയ്ക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക ഈ ഒരു എൻട്രൻസ് നോട്ടിഫിക്കേഷനെ കുറിച്ചും അതിൻ്റെ എൻട്രൻസ് എക്സാമിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെയാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് കേരള സർവകലാശാലയിലെ പ്രൊഫസറും CSSൻ്റെ വൈസ് ചെയർമാനുമായ ഡോക്ടർ R. ജയചന്ദ്രനാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ പ്രൊഫസർ ജയചന്ദ്രൻ, ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചെയർമാൻ്റെ ചുമതല വഹിക്കുന്നു. ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രവേശന പരീക്ഷാ നടപടികൾ 44 വകുപ്പുകളുടെയും അഡ്മിഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻട്രൻസ് പരീക്ഷയും കോഴ്സ് നടത്തിപ്പിൻ്റെ ചുമതലയും വഹിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഈ അടുത്ത ഇടയ്ക്ക് പബ്ലിഷ് ചെയ്ത എൻട്രൻസ് എക്സാം നോട്ടിഫിക്കേഷനെ കുറിച്ച് സാർ ഒരു ജനറൽ ഐഡിയ പ്രേക്ഷകർക്കൊന്ന് കൊടുക്കാമോ? കേരള സർവകലാശാല പഠന വകുപ്പുകൾ, അതായത് കേരള സർവകലാശാലയിൽ ഉള്ളിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ പാഠ്യ പദ്ധതികൾക്കായി ഒരു പ്രവേശന പരീക്ഷ നടക്കാൻ പോവുകയാണ്. ഈ പ്രവേശന പരീക്ഷ കേരള സർവകലാശാലയുടെ കാര്യവട്ടം, പാളയം ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന പഠന വകുപ്പുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ്. ഇത് 44 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, അവിടുത്തെ പ്രോഗ്രാമുകളിലേക്ക് MA, MSc, MCom, MSW, MCJ, മാസ്റ്റേഴ്സ് ഇൻ ലൈബ്രറി സയൻസ് തുടങ്ങിയ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശന പരീക്ഷ മൂലം കുട്ടികളെ എടുക്കുന്ന ഒരു പ്രവേശന പരീക്ഷയാണ്. ഈ എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാന ഡേറ്റ്സ് ഏതൊക്കെയാണ്? കേരള സർവകലാശാല പഠന വകുപ്പുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകളുടെ പ്രധാന തീയതികൾ 18/5/2024 മുതൽ 24/5/2024 വരെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രേക്ഷകർ ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ചോദിക്കുകയാണ്, എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടാവും? ഈ വർഷത്തെ പ്രവേശന പരീക്ഷയ്ക്കായി എൻട്രൻസ് പരീക്ഷാ സെൻറ്ററുകൾ കേരളത്തിനകത്തും പുറത്തുമായി ക്രമീകരിച്ചിട്ടുണ്ട്. കേരളത്തിനകത്ത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മൂന്നാർ എന്നിവയാണ് സെൻറ്ററുകൾ. കേരളത്തിന് പുറത്ത് ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവയാണ് സെൻറ്ററുകൾ. മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും ഓൺലൈൻ രജിസ്ട്രേഷൻ ആണെന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ ഫീസ് എങ്ങനെയാണ്? ആ ഫീസ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത്? കേരള സർവകലാശാല വെബ്സൈറ്റിൽ ഓൺലൈൻ അഡ്മിഷനായിട്ടുള്ള ഒരു പോർട്ടലുണ്ട്. അത് CSS അഡ്മിഷന് വേണ്ടിയിട്ട് PG CSS എന്നുള്ള ഒരു ഐക്കണിലേക്ക് പോയാൽ ആ പോർട്ടൽ തുറന്ന് കിട്ടും. അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. രജിസ്ട്രേഷൻ എന്നുള്ള ഒരു പോർട്ടലാണ്. അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് admissions.keralauniversity.ac.in/CSS2024 എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശന പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഫോം പൂർത്തീകരിക്കാവുന്നതാണ്. അതിലേക്ക് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ആ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. അത് ജനറൽ കാറ്റഗറിക്ക് രജിസ്ട്രേഷൻ ഫീസ് 750 രൂപയും SC/ST കാറ്റഗറിക്ക് 500 രൂപയും. ഒരു അഡീഷണൽ സബ്ജക്റ്റ് നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ജനറൽ കാറ്റഗറിക്ക് 105 രൂപ 750 രൂപയ്ക്ക് പുറമേയും SC/ST കാറ്റഗറിക്ക് 55 രൂപ 500 രൂപയ്ക്ക് പുറമേയും അടയ്ക്കേണ്ടതുണ്ട്. അത് ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. ഫീസിൽ 750 രൂപ എന്ന് നിജപ്പെടുത്തിയിരിക്കുന്ന ജനറൽ കാറ്റഗറിക്ക് ഇളവ് വരുന്നത് SC/ST കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ. SC/ST അല്ലാത്ത ഏത് റിസർവ്ഡ് സമുദായത്തിൽപ്പെട്ട ആളുകളും ജനറലിന് തുല്യമായ ഫീസാണ് അടയ്ക്കേണ്ടത്. അത് ഓൺലൈൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കേരള യൂണിവേഴ്സിറ്റി വളരെ റെയറും വളരെയധികം തൊഴിൽ സാധ്യത ഉള്ളതുമായ ഒരുപിടി കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ കുറച്ച് കോഴ്സുകളെ സാർ ഒന്ന് പറയാമോ? കേരള സർവകലാശാല പഠന വകുപ്പുകളിൽ വ്യത്യസ്തമായ നിരവധി കോഴ്സുകളുണ്ട്. അതിൽ ചില കോഴ്സുകളുടെ പേരുകളാണ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഡാറ്റാ അനലിറ്റിക്സ് തുടങ്ങിയവ. കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ MBA പോലുള്ള മാനേജ്മെൻറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചൊന്നും കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? MBA പ്രവേശന പരീക്ഷയിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നത് ഇതിനോടൊപ്പമല്ല. അത് ഒരു വ്യത്യസ്തമായ നോട്ടിഫിക്കേഷനാണ്. അതിൽ KMAT, CMAT, CAT തുടങ്ങിയ പരീക്ഷ പാസ്സായ കുട്ടികളുടെ സ്കോറും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവേശന പരീക്ഷാ രീതിയാണ്. അത് വ്യത്യസ്തമായി വളരെ അടുത്ത് തന്നെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഇതേ വെബ്സൈറ്റിൽ
ഒരു പ്രവേശന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ശൈലിയും അതിന് മാർക്കിടുന്ന രീതിയും എങ്ങനെയാണ്? പ്രവേശന പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും 100 മാർക്കിനുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷകളാണ്. ഒരു ചോദ്യത്തിന് 4 ഉത്തരം ഉണ്ടായിരിക്കും. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ എല്ലാ പ്രവേശന പരീക്ഷാ വിഷയങ്ങൾക്കും ഉണ്ടായിരിക്കുക. അതിൽ 4 ഉത്തരത്തിൽ ഒരു ശരി ഉത്തരമായിരിക്കും. അതിൽ ഒരു ചോദ്യത്തിന് 1 മാർക്കായിരിക്കും. ഒരു തെറ്റിന് 1/4 മാർക്ക് 0.25 കുറയ്ക്കുന്നതാവും. അതിൻ്റെ വാല്യുവേഷൻ മാനുവലായിട്ടാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഓരോ ശരി ഉത്തരവും ടിക്ക് മാർക്കിലൂടെ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ പോലെ കോളം കറുപ്പിക്കുകയോ കോളത്തിൽ വേറെന്തെങ്കിലും മാർക്കുകൾ രേഖപ്പെടുത്തുകയല്ല, മറിച്ച് ഒരു ടിക്ക് മാർക്ക് മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത്. എൻട്രൻസ് എക്സാമിനൊക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പല കുട്ടികളും മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വർക്കൗട്ട് ചെയ്താണ് അവർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചോദിക്കുകയാണ്, മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? കേരള സർവകലാശാലയുടെ ഹോം പേജാണ് ഈ കാണുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള വെബ്സൈറ്റ്. അതിൽ നമ്മൾ ഹോം പേജ് തുറന്നാൽ ഉടനെ CSS ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം എന്നുള്ള ഒരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിൻ്റെ ഓഫീസിൻ്റെ പേജിലോട്ടാണ് പോകുന്നത്. ആ പേജിൽ ഇങ്ങനെ കുറേ ഐക്കൺസ് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ടൈറ്റിലിൽ എല്ലാ വിഷയങ്ങളും 22-23 വർഷങ്ങളിലെ എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്ലിക്കിൽ ചെയ്താൽ കാണാവുന്നതാണ്. എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് സാറിന് പ്രേക്ഷകർക്ക് കൊടുക്കാനുണ്ടോ? ഈ പ്രവേശന പരീക്ഷയുടെ പ്രത്യേകത എന്തെന്നാൽ പ്രവേശന പരീക്ഷ സർവകലാശാലകളിലെ പഠന വകുപ്പുകളിലേക്ക് മാത്രമുള്ളതായിരിക്കും. സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്ക് പ്രവേശന പരീക്ഷയല്ല, അതിൻ്റെ പ്രവേശന നടപടിക്രമങ്ങൾ വേറെയാണ്. ഒരു കുട്ടി പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ട അപേക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് ആ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് പ്രവേശന പരീക്ഷയുടെ മെമ്മോ ലഭിച്ചതിന് ശേഷം, റിസൾട്ട് അറിഞ്ഞ് അതിൻ്റെ അഡ്മിഷൻ മെമ്മോ ജനറേറ്റ് ആയതിനു ശേഷം അഡ്മിഷൻ നടപടികൾക്കായിട്ട് വകുപ്പുകളിലേക്ക് വരുമ്പോൾ മാത്രം കൊണ്ടുവരേണ്ടതാണ്. ഇങ്ങോട്ട് സർവകലാശാലയുടെ പഠന വകുപ്പുകളിലോട്ടോ സർവകലാശാലയുടെ ഓഫീസിലോട്ടോ ഒരു കോപ്പികളും അയക്കേണ്ടതില്ല. കുട്ടിയുടെ പ്രവേശന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് കുട്ടിക്ക് ലഭ്യമാവുന്ന പോർട്ടൽ ID-യിലും പാസ്വേഡും ഉപയോഗിച്ച് ആ പോർട്ടലിൽ കയറിയതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാവുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രവേശന പരീക്ഷയ്ക്ക് മുൻപായി ഈ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആ ഡൗൺലോഡ് ചെയ്ത ഹാൾ ടിക്കറ്റുമായിട്ടാണ് പ്രവേശന പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടത്. ഈ ഒരു പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അവർക്ക് പരിചയമുള്ള ഡിഗ്രി സ്റ്റുഡൻസിനും ഈ ഒരു പ്രോഗ്രാം ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപക്ഷേ ഈ ഒരു പ്രോഗ്രാം അവർക്കും ഒരുപാട് പ്രയോജനം ചെയ്തേക്കാം. ഈ ഒരു പരിപാടി കണ്ട എല്ലാവർക്കും